എന്റെ കൺമുന്നിൽ നിന്നും നീ മായുന്നില്ല അവണി. നിന്നെ കണ്ടുമുട്ടുന്നതുവരെ എൻ്റെ മനസ്സിലെ നിഹാരികയുടെ ചിത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ നിന്റെ ചിത്രമാണ് അവിടെയുള്ളത്. ആരെന്തൊക്കെ പറഞ്ഞാലും സാരി എന്ന് വെച്ചാ എനിക്കൊട്ടും ഇഷ്ടമല്ല. എന്നിട്ടിപ്പോ സാരിയിൽ എനിക്കിഷ്ടമായ ആദ്യത്തെ പെൺകുട്ടി നീയാ. നിന്നെ വിടുന്ന പ്രശ്നമേ ഇല്ല. നിന്നെ കല്യാണം കഴിച്ച് ദുബായിലേക്ക് കൊണ്ടുപോയിക്കോളാം. ദുബായിലെ എൻ്റെ കോട്ടയിൽ നിന്നെ മഹാറാണിയാക്കും ഞാൻ. ഇതെന്താ എന്റെ താലി ഇങ്ങനെ അറ്റുപോയത്? ഇങ്ങനെ സംഭവിച്ചത് ഇതിനു മുമ്പൊരു ദിവസം അമ്പലത്തിൽ വെച്ചായിരുന്നു. അന്ന് ശ്രീകരേട്ടന് നേരെ പേരറിയാത്ത കുറച്ചധികം ആളുകൾ അറ്റാക്ക് നടത്തി. പൂജകളും വ്രതങ്ങളും നടത്തി. അന്ന് ശ്രീകരേട്ടനെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇന്ന് വീണ്ടും എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അപ്പോ വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം നടക്കാൻ വേണ്ടി പോവാണോ? അദ്ദേഹം ഓഫീസിലേക്ക് പോയതാ. ഇപ്പൊ ഓഫീസിലേക്ക് എത്തിക്കാണോ എന്തോ. ഇത് സംഭവിച്ചത്
വീണ്ടും എന്തെങ്കിലും അപകടത്തിന്റെ സൂചനയായിരിക്കും. എന്റെ ഭഗവാനെ, എന്താ സംഭവിക്കാൻ പോകുന്നത്? ഹലോ, എവിടെയാ ഇപ്പോൾ ഉള്ളത്? ഓഫീസിലേക്ക് പോവാ. ഞാൻ വഴിയില്ല. നിങ്ങൾ കുറച്ചു നേരം വണ്ടിയൊന്നും ഓടിക്കാതെ ഇപ്പൊ എവിടെയാണോ നിങ്ങളുള്ളത് അവിടെ തന്നെ ഒന്ന് വണ്ടി നിർത്തുവോ? കേട്ടോ? അതെന്താ? ഞാൻ പറയുന്നൊന്ന് ചെയ്യേട്ടോ പ്ലീസ്. കാര്യം എന്താന്ന് പറയൂ. തനിക്കെന്താ ഒരു ടെൻഷൻ പോലെ? മനസ്സിലെന്തോ ഒരു പേടി പോലെ തോന്നുന്നു. നിങ്ങൾക്ക് എന്തായാലും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ? ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ബട്ട് കുറച്ച് മുൻപ് ചിലപ്പോൾ സംഭവിക്കുമായിരുന്നു. എന്താ പറ്റി? ലോറിയുടെ ബ്രേക്ക് പോയിട്ട് എന്റെ നേരെയാ വന്നത്. അതിടിച്ചിരുന്നുവെങ്കിൽ തന്റെ ഭർത്താവിനെ ഇപ്പൊ കാണുമായിരുന്നില്ല. അവസാനം എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് പോവേണ്ടി വന്നേനെ. ശ്രീകരേട്ട, അങ്ങനെ സംഭവിച്ചതിന്റെ കാരണം വിശദമായിട്ട് ഞാൻ പിന്നീട് പറയാം. നിങ്ങൾ എന്തായാലും ദയവ് ചെയ്തപ്പോ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് എങ്ങോട്ടും പോകരുത്. നിങ്ങൾക്ക് എന്റെ അടുത്ത് കോള് വന്നതിന് ശേഷമേ നിങ്ങൾ ഓഫീസിലേക്ക് പോകാവൂ. കേട്ടില്ലേ? ശരി. അവനിയുടെ മനസ്സിൽ എന്തായിരിക്കും ഇത്ര ടെൻഷൻ? അപ്പൊ സംഭവിച്ചത് എന്തായിരിക്കും? എന്റെ നിഹാരിക നല്ല കുട്ടിയാ. സമ്പ്രദായങ്ങളൊക്കെ വലിയ കാര്യമായി ഇവക്ക്. എന്റെ നിഹാരിക നിന്റെ ഭാര്യയാകുന്നത് ശരിക്കും നിഹാരികയുടെ ഭാഗ്യ. നിഹാരിക ഇത്ര നല്ല കുടുംബത്തിലെ മരുമകളാകുന്നുണ്ടെങ്കിൽ എന്നൊക്കെ സന്തോഷിക്കുന്ന ആരുണ്ടാവാനാ? ഒരു മമ്മൂട്ടിയെയും ഒരു മോഹൻലാലിനെയും പൃഥ്വിരാജ് സുകുമാരനെയും മിക്സ് ചെയ്ത പോലെ വിക്കി അവിടെ അങ്ങനെ പെർഫോം ചെയ്ത് എന്തിനാണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അവൻ അത്ര നല്ലവനായിട്ട് അഭിനയിക്കുന്നത് ലോകത്തിലെ 8ാമത്തെ അത്ഭുതമായിരിക്കും. പാമ്പിനെ ആണെങ്കിൽ വിശ്വസിക്കാം, അവനെ ഒരിക്കലും വിശ്വസിക്കരുത്. അവന്റെ വിനയത്തിന് പുറകില് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. നിന്റെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആവണമെങ്കിൽ ഞാൻ ആദ്യം വീട്ടിലേക്കൊന്നെത്തണം. അല്ലെങ്കിൽ ഡാഡി തന്നെ ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞ് വിക്കി ചിലപ്പം അമ്മയും ഡാഡിയും അവിടെ ടോർച്ചർ ചെയ്യുമായിരിക്കും. അമ്മേ, മുമ്പൊരിക്കൽ ഇതുപോലെ അദ്ദേഹത്തിന് ഒരു അപകടം നേരിടേണ്ടി വന്നു. ആ ദിവസം ഈ താലി എന്റെ കഴുത്തിൽ തിരിച്ചെത്തിയ ശേഷമാ എന്റെ ഭർത്താവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അദ്ദേഹം കിട്ടിയ താലി ഉടനെ ഞാൻ എന്റെ കഴുത്തിൽ തിരിച്ചിട്ടോളാം. അദ്ദേഹത്തിനൊന്നും സംഭവിക്കാതെ നോക്കണേ അമ്മേ. അവനി,
ഇങ്ങോട്ട് എന്തിനാ വന്നേ? ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാ. ഈ സമയത്തൊരു പ്രത്യേക പ്രാർത്ഥന എന്താ? എന്തെങ്കിലും കാരണം ഉണ്ടാവണ്ടേ? അമ്മയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ സമയവും സന്ദർഭമൊക്കെ നോക്കണോ? വീട്ടിലാണെ ആരുമില്ല. ഇതുവഴി പോയപ്പോ അമ്മയോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാന്ന് കരുതി നിന്നു. അതും ഇപ്പൊ ഒരു തെറ്റാണോ? അല്ലല്ല, നീ പറഞ്ഞത് സത്യമല്ല. നിന്റെ വാക്കും പ്രവൃത്തിയും തമ്മില് യാതൊരു ബന്ധവും ഇല്ലെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാത്തിനും സംശയമാണെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എന്താ നിന്റെ കയ്യില്? എന്താ മറച്ചു വെക്കുന്നേ? ഒന്നുമില്ല. നിനക്ക് ചോദിക്കുമ്പോ അങ്ങനെ അങ്ങ് പോയാലെങ്ങനാ? മൂക്കുത്തി എങ്ങനെ കൈക്കലാക്കി വെച്ചിട്ടുണ്ടോ? അങ്ങനത്തെ ശീലമൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. തർക്കുത്തരം പറയാതെ നിന്റെ കയ്യിൽ എന്താണെന്ന് ആദ്യം പറ. കാണിക്കേ. കാണിക്കാൻ. കണ്ടല്ലോ. നിന്റെ മറ്റേ കൈയൊന്ന് കാണിച്ചേ. കാണിക്ക്. ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞോ? അതിന് വേറെന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ നിങ്ങൾ എന്നെ സംശയിച്ചാൽ ശരിയാവില്ല. വെറുതെ നമ്മൾ അവളെ സംശയിച്ചോ? അല്ലല്ല, ഇതിലെന്തോ കള്ളത്തരമുണ്ട്. അവനെ ഇതുവരെയും വിളിച്ചില്ലല്ലോ. ഓഫീസിലേക്ക് പോവാൻ സമയമായി. ഞാൻ പോവാൻ നോക്കാം. എന്തിനാ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? എന്തു പറ്റി? ശ്രീകരനെ നിനക്ക് ഇഷ്ടമായ അന്ന് തൊട്ട് ഞങ്ങൾ പല ട്വിസ്റ്റുകളും കണ്ടോണ്ടിരിക്കുക. ഇപ്പൊ വികാസ് കാണിച്ച ട്വിസ്റ്റ് എന്താന്ന് നീ അറിഞ്ഞാ അതോടെ നീ ഷോക്കായി പോ. എന്നാ കേക്കട്ടെ. വേദവതി അമ്മയുടെ വീട്ടില് വികാസ് ഭയങ്കര ബുദ്ധിമാനെ പോലെ, വലിയ മര്യാദരാമനെ പോലെ അഭിനയിച്ചതിന്റെ പുറകിൽ വലിയൊരു കാരണമുണ്ട് ബേബി. ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വാ. ആ ട്വിസ്റ്റ് എന്താണെന്നൊന്ന് വേഗം പറ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പോലെ വികാസിന് അവനെ കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു. വാട്ട്? ഞെട്ടിപ്പോയോ നീ? അവൻ പറഞ്ഞതെന്താന്ന് നീയും കൂടി ഒന്ന് കേട്ടോ. ആ സൗന്ദര്യത്തിന് മുന്നിൽ നിഹാരികയൊന്നും ഒന്നുമല്ല ചേച്ചി. എന്നെ ഇഷ്ടമല്ലാത്ത നിഹാരികയുടെ പിറകെ പോകുന്നതിനൊക്കെ എനിക്കിഷ്ടമായ ആവണിയുടെ പിറകെ പോകുന്നത് ബെറ്ററായിട്ട് തോന്നി. നിഹാരികയെ കല്യാണം കഴിക്കണ്ട, ആവണിയെ കെട്ടാമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു ചേച്ചി. ഞങ്ങളുടെ ഈ കല്യാണം നടത്തുന്ന കാര്യത്തിൽ നിങ്ങൾ കീ റോൾ പ്ലേ ചെയ്യണം. അതാണ് അവന്റെ ഡിമാൻഡ്. അവൻ പറഞ്ഞതുപോലെ സംഭവിച്ചില്ലെങ്കിൽ ശ്രീകരുമായിട്ടുള്ള നിന്റെ വിവാഹം നടക്കില്ല. നിങ്ങൾ പറഞ്ഞ പോലെ വളരെ വലിയ ട്വിസ്റ്റ് ചെയ്ത്. ഹായ് നിഹാരിക. കാര്യങ്ങൾ വിശദമായി ചേച്ചി പറഞ്ഞല്ലോ. ഞങ്ങളുടെ ഈ കല്യാണം നിങ്ങൾ നടത്തി തന്ന ഓൾ ആർ സേഫ്. ഇല്ലെങ്കിൽ നിന്നെ ദുബായിലേക്ക് കൊണ്ടുപോകും.
സിറ്റുവേഷൻ എൻ്റെ കൈവിട്ട് പോയി കഴിഞ്ഞാ 3 പേരെയും ചിലപ്പോൾ ഞാൻ കൊന്നുകളയും. കൂടിയ കുറച്ച് ദിവസം ജയിലിൽ കിടക്കും. നീ ബുദ്ധിയുള്ളവളാ, ഇത് നടത്താൻ പറ്റുന്നവളാ. നീ എന്നോട് കോപ്പറേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. പറയാനുള്ളത് പറയണമല്ലോ. എനിക്ക് നിന്നൊക്കെ ആവണിയെ നന്നായിട്ട് ഇഷ്ടമായി. ഡീൽ ഓക്കെ ആണ്, ആവണിയായിട്ടുള്ള കല്യാണം. അല്ലെങ്കിൽ നിന്റെ മരണം. എൻ്റെ ഡിസിഷനിൽ എന്തായാലും ഒരു ചേഞ്ചും ഉണ്ടാവില്ല. വാട്ട് ഈസ് യുവർ ആൻസർ നിഹാരിക? അവനായിട്ടുള്ള നിന്റെ കല്യാണം നടക്കും. അത് ഫിക്സ് ചെയ്തു. ശരിക്കും? യെസ്, ഞാൻ വാക്ക് തന്നാ അതെന്തായാലും നടന്നിരിക്കും. ചെയ്യുന്നത് ഞാൻ പറയൂ, പറയുന്നത് ചെയ്യുകയും ചെയ്യും. സൂപ്പർ നിഹാരിക. നിന്റെ ഭാഗത്തുനിന്ന് ഡെഫിനറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഉത്തരം വരുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തു. ചേച്ചി, നിഹാരിക എനിക്ക് വാക്ക് തന്നു. നിങ്ങൾ നിഹാരികക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്ക്. അപ്പൊ ഞങ്ങളുടെ കല്യാണവും നടക്കും. നിങ്ങൾക്ക് എന്റെ വലിയ തലവേദന ഒഴിഞ്ഞു കിട്ടും. ഇല്ലെങ്കിൽ നിഹാരിക എന്റെ ഭാര്യയാകും ചേച്ചി. യു ആർ സോ സ്മാർട്ട് നിഹാരിക. താങ്ക് യു വെരി മച്ച്. ഈ ഗുഡ് ന്യൂസ് ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് വരാം. ബൈ. നീ ആവനിയുടെയും വികാസിന്റെയും കല്യാണം നടത്തുവോ? ഇതെന്ത് ടിസ്റ്റാ? ഹലോ, അവിടെ തന്നെയാണോ? താൻ പറഞ്ഞ സമയം തൊട്ടേ കാറിൽ തന്നെ വെയിറ്റ് ചെയ്തിരുന്നതാ. ഇന്നാണെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗും. താൻ കാരണം എന്തായാലും ലേറ്റ് ആയി പോയി. സോറി ഏട്ടാ. ശരിക്കും എന്താടോ സംഭവിച്ചേ? താൻ എന്തിനാ അത്രയും ടെൻഷനായി ഫോൺ ചെയ്തേ? എന്തിനാടോ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ? എന്തെങ്കിലും ഒരു കാരണമില്ലാതെ താനത് ചെയ്യില്ലല്ലോ. കാരണമുണ്ട് ഏട്ടാ. ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ താലി അറ്റുപോയേട്ടാ. അതുകൊണ്ട് നിങ്ങൾക്ക് അപകടം സംഭവിച്ചേ. താലി തിരിച്ചെന്റെ കഴുത്തിലെത്തുന്നത് വരെ ഞാൻ വല്ലാതെ പേടിച്ചു പോയേട്ടാ. അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ച ശേഷം താലി ഞാൻ കഴുത്തിൽ തിരിച്ചിട്ടു. ഇനി നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഇനി എനിക്കിതേക്കുറിച്ച് ഒരു പേടിയില്ല ഏട്ടാ. നിങ്ങൾ ഓഫീസിലേക്ക് ചെന്ന് വേഗം തിരിച്ച് വീട്ടിലേക്ക് വാ. വൈകുന്നേരം വരെയും തന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ ഇപ്പൊ ഞാൻ വന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളങ്ങനെ വന്നാ എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഏട്ടാ. പക്ഷെ അത് ഒരിക്കലും നടക്കില്ലല്ലോ. നിങ്ങൾക്ക് മീറ്റിങ്ങിന് പോകാനില്ലേ? അതൊക്കെയുണ്ട്. പക്ഷേ ഞാനിപ്പൊ തന്റെ വളരെ അടുത്താ നിൽക്കുന്നത്. ആണോ? അങ്ങോട്ടേക്കല്ല, ഇങ്ങോട്ട് നോക്ക്. താലിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ പിന്നെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഏട്ടാ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണുമെന്ന് ഞാൻ ഊഹിച്ചടോ. താനാകെ പേടിച്ചിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ടാ
ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് വന്നത്. താങ്ക്സ് ഏട്ടാ. താൻ എന്നോടല്ല താങ്ക്സ് പറയേണ്ടത്, ഞാൻ തന്നോടാ താങ്ക്സ് പറയണ്ടേ. നമ്മുടെ ഭഗവാനോടും ഒരു നന്ദി പറയണം. എന്തിനാന്നറിയോ? താൻ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നതിന്. നിന്നെ ആ ദൈവം എനിക്ക് ഭാര്യയായി തന്നത് എൻ്റെ പൂർവജന്മ സുഹൃതോ.